ചാനലിൽ ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ അനന്തപുര ക്ഷേത്രത്തിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ ആ വീഡിയോയ്ക്ക് ഓഡിയോ ക്വാളിറ്റി നല്ല പോരായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ ഒന്നും കൂടെ ബെറ്ററായിട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അനന്തപുര ക്ഷേത്രത്തിൻ്റെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്. കാരണം വളരെ വ്യത്യസ്തമായ തടാക ക്ഷേത്രമായതുകൊണ്ടും തിരുവനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രവുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടും കുറേയധികം ആൾക്കാർ ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ താല്പര്യപ്പെടാറുണ്ട്. ഈ ക്ഷേത്രം കാസർഗോഡ് കുമ്പള ടൗണിനടുത്താണ്. കുമ്പള ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ തന്നെ വളരെ നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല പച്ച നിറത്തിലുള്ള വലിയൊരു തടാകം, തടാകത്തിന് നടുവിലായിട്ട് ക്ഷേത്രത്തിന് ചുറ്റിലും തടാകത്തെ ചുറ്റിയിട്ട് പാറയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള ഡ്രൈവ് നല്ല രസമുള്ള ഒന്നായിരുന്നു. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താനാവുമ്പോൾ നിറയെ പാറപ്രദേശമായിരുന്നു. പുറത്തുനിന്നുള്ള ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത നല്ല മനോഹരമായൊരു ഗ്രാമീണ അന്തരീക്ഷമായിരുന്നു. ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ട്. ഇവിടെ തൊഴാൻ വരുന്നവർ മീനിന് ഭക്ഷണവും കൊടുക്കാറുണ്ട്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലെ ഗുഹ. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഐതിഹ്യവുമായിട്ട് ഈ ഗുഹയ്ക്ക് നല്ല ബന്ധമുണ്ട്. ആ ഗുഹയിൽ വെച്ചിട്ടാണ് ബാലൻ്റെ രൂപത്തിൽ വന്ന ഭഗവാൻ അപ്രത്യക്ഷമായത് എന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമായിരുന്നു ഇവിടുത്തെ തടാകത്തിലെ വെജിറ്റേറിയൻ മുതല ബബിയ. ബബിയയ്ക്ക് 8 അടിയോളം നീളമുണ്ടായിരുന്നു. ബബിയ ഇതുവരെ ആയിട്ടും ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. ക്ഷേത്രത്തിലെ പൂജാരിമാർക്കും തൊഴാൻ വരുന്നവർക്കുമൊക്കെ ബബിയയെ കാണാൻ പറ്റുമായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾക്കും കൂടെ ബബിയയെ കാണാൻ പറ്റി. തടാകത്തിൽ വളരെ പണ്ട് മുതലേ, അതായത് ബബിയയ്ക്ക് മുൻപേ ഒരു മുതല ഉണ്ടായിരുന്നുവെന്നും ആ മുതലയെ 1945 ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ബബിയ തനിയെ പ്രത്യക്ഷപ്പെട്ടതാണെന്നുമാണ് കരുതപ്പെടുന്നത്. ബബിയ വെജിറ്റേറിയൻ മുതല ആയതുകൊണ്ട് തന്നെ ഭഗവാന്റെ നിവേദ്യം മാത്രമാണ് ബബിയ കഴിക്കാറുണ്ടായിരുന്നത്. ബബിയ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, ഒരു ഗുഹ, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അത് സ്ഥിരം ഇരിക്കുന്ന ഒരു മൂലയുണ്ട്. അവിടെ തന്നെയാണ് ബബിയ സ്ഥിരം ഇരിക്കാറുള്ളത്. പിന്നെ കഴിക്കാനായിട്ട് സമയത്ത് അത് പുറത്തോട്ട് നടയിലോട്ട് വരും. ഇവിടുത്തെ അത്ഭുതമായിരുന്ന ജനങ്ങൾ ഭഗവാന്റെ മുതലയായി കണ്ടിരുന്ന ബബിയ 2022 ഒക്ടോബറിൽ മരിച്ചു. ബബിയ മരിച്ച് ഏകദേശം 1 വർഷം കഴിഞ്ഞപാടെ തടാകത്തിൽ വീണ്ടും ഒരു മുതലയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതായത് 2023 നവംബർ മാസം കാഞ്ഞങ്ങാട് നിന്ന് ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വന്ന 3-4 ആൾക്കാരുടെ സംഘം ചെറിയൊരു മുതലയെ തടാകത്തിൽ കണ്ടു. അതിനുശേഷം അവർ അവരുടെ ഫോണിൽ മുതലയുടെ ഫോട്ടോ എടുത്തു, കീഴ്ശാന്തിയെ വിവരം അറിയിച്ചു. അങ്ങനെ 2-3 ദിവസങ്ങൾക്കകം തന്നെ ക്ഷേത്ര ഭാരവാഹികളും കമ്മിറ്റിക്കാരും ഒക്കെ ചേർന്ന് തടാകത്തിൽ ഒരു അന്വേഷണം നടത്തി. പിന്നീട് ആ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അതായത് അങ്ങനെ ഒരു മുതല അവിടെ ഉണ്ടെന്നും ആ മുതല മുൻപുണ്ടായിരുന്ന ബബിയയുടെ അതേ ഇനത്തിൽപ്പെട്ട മുതലയാണെന്നുമുള്ള വാർത്ത അവർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അങ്ങനെ പുതിയ മുതലയെ ബബിയ എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. ഇതാണ് ഗോശാല ഗോപാലകൃഷ്ണന്റെ സന്നിധി. ശ്രീഹരി ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു വില്വമംഗല സ്വാമികൾ എന്ന് നമുക്കറിയാമല്ലേ. അദ്ദേഹം ഇവിടെ നിരന്തരമായി പൂജ ചെയ്യുകയും ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്തിരുന്നു അത്രേ. അങ്ങനെ ഒരു ദിവസം സ്ഥിരം ചെയ്യാറുള്ള പൂജയ്ക്കിടെ പെട്ടെന്നൊരു ബാലൻ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു. സ്വാമികൾ ബാലന് അധികം പ്രാധാന്യമൊന്നും നൽകാതെ തൻ്റെ പൂജയിൽ മുഴുകി.
എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് ബാലൻ്റെ കുസൃതി അധികമായി. കോപം കൊണ്ട് അദ്ദേഹം തൻ്റെ ഇടത് കൈകൊണ്ട് ബാലനെ തള്ളി മാറ്റി. ബാലൻ തടാകത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചെന്ന് വീണു. അവിടെ പിന്നെ ഒരു ഗുഹ കാണപ്പെട്ടു. ആ ഗുഹയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. പിന്നീട് ആ ബാലൻ അപ്രത്യക്ഷമാവുകയും അവിടെ ഒരു ജ്യോതി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ദിവ്യജ്ഞാനമുണ്ടായിരുന്ന വില്വമംഗല സ്വാമികൾക്ക് കാര്യങ്ങൾ അവലോകനം ചെയ്ത് തിരിച്ചറിയാൻ അധിക നേരം ഒന്നും വേണ്ടി വന്നില്ല. ക്ഷേത്രത്തിലെ ദൈവിക ശക്തി തന്നെയാണ് ബാലൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് മനസ്സിലായി. സ്വാമികൾ ബാലൻ നിർമ്മിച്ച ഗുഹയിലൂടെ പടിഞ്ഞാറ് വശത്തേക്ക് യാത്രയാരംഭിച്ചു. അങ്ങനെ അദ്ദേഹം എത്തിച്ചേർന്നത് ഒരു കടൽ തീരത്താണ്. ഇപ്പോൾ കാസർഗോഡ് മൊഗ്രാലിനടുത്തുള്ള നാങ്കുയി എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ സ്വാമികൾ 2 പാദങ്ങൾ കണ്ടു. പാദങ്ങൾക്ക് പൂജയും മറ്റും ചെയ്തു കഴിഞ്ഞ ശേഷം തെക്ക് ഭാഗത്തേക്ക് യാത്രയായി. കുറേ ദിവസങ്ങൾ നീണ്ട വലിയൊരു യാത്രയ്ക്ക് ശേഷം വില്വമംഗല സ്വാമികൾ എത്തിച്ചേർന്നത് അനന്തൻകാട് എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ കളങ്കമില്ലാത്ത ഭക്തി തിരിച്ചറിഞ്ഞ ഭഗവാൻ അവിടെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ സ്ഥലത്താണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രമുള്ളത്. അഞ്ച് തലയുള്ള സർപ്പത്തിൻ്റെ മേലെ ഉപവിഷ്ടനായ ശ്രീഹരി ഭഗവാന്റെ അനന്തപത്മനാഭ സ്വാമി രൂപമാണ് നമുക്ക് ശ്രീകോവിലിനകത്ത് കാണാൻ പറ്റുന്നത്. അനന്തപത്മനാഭൻ്റെ ഇരുവശങ്ങളിലുമായി ശ്രീദേവിയും ഭൂദേവിയുമുണ്ട്. കൂടാതെ ഗരുഡൻ, ഹനുമാൻ, നാഗകന്യമാർ ഇവരുടെ വിഗ്രഹങ്ങളും ശ്രീകോവിലിനകത്തുണ്ട്. കടുശർക്കര പാകബിംബത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റ് രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തവും കാഠിന്യമേറിയതുമാണ് ഈ നിർമ്മാണ രീതി. പ്രത്യേക തരത്തിൽ ശ്രീകോവിലിനകത്ത് തന്നെ വിഗ്രഹം നിർമ്മിക്കുന്ന രീതിയാണത്. കുറേ വർഷങ്ങളെടുത്തു കടുശർക്കര പാകബിംബത്തിലുള്ള വിഗ്രഹ നിർമ്മാണ രീതി പൂർത്തിയാവാൻ. അങ്ങനെ 2008 ബ്രഹ്മകലശോത്സവം നടത്തി. അപ്പോൾ അത്രയുമാണ് കാസർഗോഡ് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരിചയമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.